ഹായ് ഗൈസ്, വീണ്ടും ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നതിൽ എനിക്ക് ഒരുപാട് വിഷമമുണ്ട്. കാരണം 10 പേരെ അറിയാൻ തുടങ്ങി കഴിഞ്ഞാൽ ആ വ്യക്തികളെ വിറ്റ് ജീവിക്കുന്ന കുറേ ഒരു പണിയും പരഗതിയും ഇല്ലാത്ത കുറേ കഴുതകളുള്ള നാട്ടിലായതുകൊണ്ട് എനിക്കിങ്ങനെ വീഡിയോ ചെയ്യാനുള്ള അവസ്ഥ വന്നത്. കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. ഞാൻ മോഡലിംഗ് ഏത് സ്കിൻ ടോണുള്ള ആളുകൾക്കും ഹൈറ്റ് ഇല്ലാത്തവർക്കും അല്ല ഹൈറ്റ് ഉള്ളവർക്കും ഇല്ലാത്തവർക്കും ആർക്ക് വേണമെങ്കിലും മോഡലിംഗ് ചെയ്യാന്ന് പറയുന്ന ഒരു വീഡിയോ ഇട്ടതിൻ്റെ പേരിൽ ആ വീഡിയോ എടുത്ത് സ്കാം ആണെന്ന് പറഞ്ഞിട്ടൊക്കെ ഇട്ട ഒരു വീഡിയോ. അതായത് ഈ വ്യക്തിയുടെ വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. കാരണം ഞാൻ അതെടുത്ത് വീഡിയോ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ആളുടെ. അപ്പോൾ നിങ്ങൾ കാണാത്തവരാണെങ്കിൽ എൻ്റെ അക്കൗണ്ടിൽ കയറി ചെക്ക് ചെയ്താൽ മതി. അപ്പം പുള്ളിയുടെ സ്റ്റാൻഡ് എന്ന് വെച്ചാൽ പുള്ളി പറഞ്ഞാൽ 7 വർഷങ്ങൾക്ക് മുന്നേ പുള്ളി ഒരു മോഡലിംഗ് കമ്പനി പോയിരുന്നു, ഒരു ഏജൻസി പോയിരുന്നു. അപ്പോൾ ആ ഏജൻസിയിൽ ട്രിവാൻഡ്രത്ത് നിന്ന് എറണാകുളത്ത് നിന്ന് ഏജൻസി പോയിരുന്നു. അപ്പോൾ ഏജൻസി പോലെ 27,000-30,000 സംതിങ് അവിടെ മുടക്കിയെന്നും അപ്പോൾ ആ മുടക്കിയിട്ട് അത് സ്കാം ആയിരുന്നു, അവൻ അതിൽ നിന്നും ഒന്നും കിട്ടിയില്ലെന്നും ഒക്കെ പറഞ്ഞിട്ടൊരു സംഭവമാണ്. അപ്പം അതിൻ്റെ ഫ്രണ്ടിൽ എൻ്റെ വീഡിയോ എടുത്തിട്ടാണ് ഇവൻ സംസാരിച്ചിരുന്നത്. മോഡലിംഗ് ഈ പറയുന്ന നമുക്ക് ആർക്കും പറ്റുന്നല്ല, ചിലർക്ക് സ്പെസിഫിക് ആയിട്ട് പറയുന്ന കുറച്ച് ആളുകൾക്ക് മാത്രം പറ്റുന്ന കുറച്ച് സംഭവം ഉണ്ടായിരുന്നു. അതിനെ ബേസ് ചെയ്ത് കുറച്ച് സാധനങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇൻ ബിറ്റ്വീൻ കുറച്ച് കാര്യങ്ങളോടും പറഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ വഴി എന്തായാലും സംസാരിക്കാം. അപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു മോഡലിംഗ് കമ്പനി പോയിട്ട് അവന് എക്സ്പീരിയൻസ് കിട്ടിയെന്ന് പറഞ്ഞപ്പം അതിൽ 1-2 കമൻസ് വന്നിട്ടുണ്ടായിരുന്നു. ആ മോഡലിംഗ് കമ്പനി ഏതാണ്? അപ്പോൾ ഇവൻ അന്ന് കൊടുത്ത റിപ്ലൈ എന്ന് പറയുന്നത് ആ മോഡലിംഗ് കമ്പനി നിർത്തിപ്പോയി, അതുകൊണ്ട് തന്നെ വിവരമില്ല, ഇപ്പോഴത്തെ ദിവസങ്ങളിൽ അത് റൺ ചെയ്യുന്നില്ല, അത് നിർത്തിപ്പോയി എന്നൊക്കെയാണ്. എന്നിട്ട് അതിൻ്റെ എന്താ പറയുക, മോഡലിംഗ് കമ്പനിയെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് ചോദിച്ച സമയത്ത് നിർത്തിപ്പോയെന്ന് പറഞ്ഞ കമ്പനിയുടെ പേരും 7 വർഷം മുന്നുള്ള കഥയാണ് പറഞ്ഞത്. ഇപ്പം നിർത്തിപ്പോയ കമ്പനിയുടെ പേര് എന്താണെന്ന് നിങ്ങൾക്ക് അറിയണം. അവൻ ഈ 27,000-30,000 മേടിച്ച് അവനെ സ്കാം ചെയ്ത പരിപാടിയുടെ കമ്പനിയുടെ പേര് എന്താണ്? എമറൈറ്റ്സ് മോഡലിംഗ് കമ്പനി. കേരളത്തിൽ വർഷങ്ങളായിട്ട് നിലനിന്നുകൊണ്ടിരിക്കുന്ന ഭയങ്കര ഫേമസും കാര്യങ്ങളൊക്കെ ആയിരുന്നു മോഡലിംഗ് കമ്പനി. എമറൈറ്റ്സ് മോഡലിംഗ് കമ്പനിയെ പറ്റിയാണ് ഇവൻ പറഞ്ഞുണ്ടാക്കുന്നത്. ആൻഡ് എമറൈറ്റ്സ് മോഡലിംഗ് കമ്പനിയുടെ ഓണറായ ആശുസീസിനെ കൂടെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ ഇവൻ്റെ സ്റ്റാൻഡ് എന്താ വെച്ചാൽ മോഡലിംഗ് കമ്പനിയിൽ പോയിരുന്നു. അവൻ 7 വർഷങ്ങൾക്ക് മുന്നേ മോഡലിംഗ് ചെയ്തിരുന്നു. ഇങ്ങനത്തെ കാര്യങ്ങൾ, അതായത് ഇങ്ങനത്തെ കാര്യങ്ങൾ എന്ന് പറയുന്നത് പൈസ മേടിച്ചത് മാത്രമല്ല, അവൻ അതിൻ്റെ അടുത്ത് പറയുന്നുണ്ട് മോഡലിംഗ് എന്ന് പറയുന്നത് ടോട്ടലി കളിയാണ്, പച്ചയ്ക്ക് പറഞ്ഞാൽ കളിയാണ്. അതായത് സെക്സിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, ഡ്രഗ്സിന് വേണ്ടിയിട്ട്, ഇതൊക്കെയാണ് നാം പറഞ്ഞത്. അപ്പോൾ പൈസ മേടിച്ചത് മാത്രമല്ല, ഇവൻ്റെ എക്സ്പീരിയൻസ് ആണല്ലോ ഇവിടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ 7 വർഷങ്ങൾക്ക് മുന്നേ ഇവനെ സെക്ഷലിയും ഡ്രഗ്സും കാര്യങ്ങളൊക്കെ ഇവനും അനുഭവിച്ചിട്ടുണ്ടാവുമല്ലോ. അതുകൊണ്ടായിരിക്കണം ഇവ ആ ഒരു മോഡലിങ്ങിനെ കുറിച്ച് ഇപ്പോൾ പ്രകാരം 7 വർഷങ്ങൾക്ക് മുന്നേ നിർത്തിയ ആൾക്ക് ഇത്രയും കാലത്തെ എക്സ്പീരിയൻസ് ഇല്ലാത്ത സ്ഥിതിയിൽ ഇപ്പോഴത്തെ ഒരു എക്സ്പീരിയൻസ് എല്ലാം അവൻ പറയുന്നത്. മുന്നേ അന്നും കണ്ട എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങൾ പറയണം. അപ്പോൾ ഇവനെ സെക്ഷലി അവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ഇവൻ ഡ്രഗ്സ് യൂസ് ചെയ്യുന്ന ഒരാളാണ്, ഇല്ലെങ്കിൽ അവൻ അവിടെ ആ കമ്പനി വെച്ച് ഡ്രഗ്സ് കൊടുത്തിട്ടുണ്ടാവും. ഇതായിരിക്കും അവൻ്റെ. അപ്പോൾ അവന് കിട്ടിയ എക്സ്പീരിയൻസ് ആണ് അവൻ ഷെയർ ചെയ്തത് എന്നാണ് ഞാൻ ഇതിലൂടെ മനസ്സിലാക്കുന്നത്. അപ്പം ഇവൻ എൻ്റെ വീഡിയോ എന്തിനാണ് ഫസ്റ്റ് എടുത്തിട്ട് മോഡലിംഗ് സ്കാം എന്ന് പറഞ്ഞിട്ട് എൻ്റെ പേരിൽ ചോദിച്ചപ്പോൾ ഇവൻ തന്നൊരു ആൻസർ നിങ്ങൾ കേൾക്കണം. ഞാൻ ഇവിടെ എന്തായാലും സ്ക്രീനിൽ ഇടാം. അതായത് ആ 7 വർഷങ്ങൾക്ക് മുന്നേ ആ മോഡലിംഗ് കമ്പനിയിൽ പോയ സമയത്ത് ഞാൻ അമീൻ റഷീദ് എന്ന് പറയുന്ന വ്യക്തി അവിടെ ഉണ്ടായിരുന്നെന്നും, അപ്പം അതായത് എമറൈറ്റ്സ് മോഡലിംഗ് കമ്പനിയുടെ ഓണറായ അൻഷാദ് അസീസ് എന്ന് പറയുന്ന വ്യക്തിയുടെ കൂട്ടത്തിൽ ഞാൻ അവിടെ ഉണ്ടായിരുന്നെന്നും, ഇവൻ്റെ കയ്യിൽ നിന്ന് പൈസ മേടിക്കാനും ഇവൻ മുന്നേ പറഞ്ഞ ഇവൻ്റെ എക്സ്പീരിയൻസിൽ നടന്ന സംഭവങ്ങളാണല്ലോ മറ്റേ സെക്സും കളിയും ഡ്രഗ്സും ഒക്കെ. അപ്പോൾ ഇതിനെല്ലാത്തിനും കൂടെ ഞാനും ഉണ്ടായിരുന്നു എന്നുള്ള ലെവലിലാണ് ഇവൻ സംസാരിക്കുന്നത്. എനിക്കറിയാൻ വയ്യാത്തത് ഇനി ഇങ്ങനെ ഉണ്ടെന്ന് തന്നെ കൂട്ടിക്കും. ചുമ്മാ ഒരു എക്സാമ്പിൾ, ഇങ്ങനെ ഉണ്ടെന്ന് തന്നെ കൂട്ടിക്കും. 7 വർഷങ്ങൾക്ക് മുന്നേ നടന്നിട്ട് അപ്പോൾ ഇവൻ എന്നെ 7 വർഷങ്ങൾക്ക് മുന്നേ അറിയാമെന്നാണ് ഇവൻ പറയുന്നത്, എന്നെ കണ്ടിട്ടുണ്ട്. എന്നിട്ട് ഇന്നാണ് ഇവന് വാ തുറക്കാൻ പറ്റിയത്. ഒരു കഷ്ടപ്പെട്ട് കുറച്ച് ഫോളോവേഴ്സും കുറച്ച് റീച്ചും ഉണ്ടാക്കി നിൽക്കുന്ന സമയത്താണ് ഇവൻ വാ തുറന്നത്. ഉളുപ്പുണ്ടോടാ നിനക്ക്? ഉളുപ്പ് ഒന്ന് കഷ്ടപ്പെട്ട് നിന്നെ പോലെ ജോലിയും കൂലിയും ഒന്നും ഇല്ലാതെ ഒരു കഴുതിയായിട്ടിരിക്കുന്ന ഒരാളല്ല ഞാൻ. കഷ്ടപ്പെട്ടാണ് ഇത്രയും ഫോളോവേഴ്സും ഇത്രയും റീച്ച് ഉണ്ടാക്കിയത്. കഷ്ടപ്പെട്ട് ഒരുത്തൻ കയറി വന്നപ്പം നിൻ്റെയൊക്കെ കഴപ്പ് സോറി കേട്ടോ, ഞാൻ സീരിയസ്ലി പറയാം, ദേഷ്യം വരുന്നുണ്ടെങ്കിൽ പറഞ്ഞു. ഓഡിയൻസ് കിഡ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഈ വീഡിയോ കാണിക്കരുതെന്ന് മാറ്റി പേരൻസിനോട് ഞാൻ പറഞ്ഞു റിയലി സോറി എന്നോട് പറയാം. കാരണം എനിക്ക് ഇങ്ങനെ പറഞ്ഞിട്ടൊരു സമാധാനം ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ നിൽക്കുന്ന ഒരാളല്ല. എനിക്ക് ഇത് വീഡിയോ കാണുന്ന ആളുകൾ പറയും ഇത്രയും എന്തെങ്കിലും കൂളായിട്ട് സംസാരിക്കുന്നത്. അത് ഇവൻ്റെയൊക്കെ കഴപ്പ് തീർക്കാൻ വേണ്ടിയിട്ട് എന്നെ പോലെയുള്ള ആളുകളെ കിട്ടത്തോളൂ. അല്ല, പോയി വല്ല പണിയെട്, അല്ലെങ്കിൽ പോയി വീഡിയോസ് ഇട്. പ്രൊഫഷണലെ പറ്റി സംസാരിക്കുന്ന മോഡലിംഗ് എല്ലാവർക്കും പറ്റും. എടോ, ഇൻസ്റ്റാഗ്രാമിൻ്റെ ഐ ഡി എന്തോന്ന് പോലും അവൻ അറിയത്തില്ല. നിങ്ങൾ സെർച്ച് ചെയ്ത് സ്വന്തം പേര് പോലും അല്ല ഇൻസ്റ്റാഗ്രാമിൻ്റെ ഐ ഡി ഇട്ടേക്കുന്നത്. ഇങ്ങനെയുള്ളവനാണ് പ്രൊഫഷണലെ പറ്റി സംസാരിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിക്കണം. ഓക്കെ, ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞത് 7 വർഷങ്ങൾക്ക് മുന്നേ ഇവൻ പറഞ്ഞത് ശരിയായിരുന്നു. ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് പിന്നെ സത്യം പറഞ്ഞാൽ ഇവൻ്റെ ഇപ്പോഴത്തെ കൊല്ലം കണ്ടിട്ട് എനിക്ക് മനസ്സിലായില്ല. ഇനി 7 കൊല്ലം മുന്നേ കണ്ടിട്ടോന്ന് അറിയാം. ഞാൻ അവിടെ ഉണ്ടായിരുന്നായിരിക്കും, ഞാനത് എഗ്രി ചെയ്യുന്നു. ബിക്കോസ് ഞാൻ ഈ മോഡലിംഗ് ഫീൽഡിലേക്ക് ഫസ്റ്റ് കടന്നു വരുന്നത് എനിക്ക് ഗിബി ഇയോൺ എന്ന് പറയുന്നൊരു എൻ്റെ ഫ്രണ്ട് ആയിരുന്ന ഒരു വ്യക്തി ത്രൂ ആയിരുന്നു. ഗിബി ഇയോൺ, നിതിൻ എന്നാണ് ഒറിജിനൽ നെയിം. അവനെ ഗിബി ഇയോൺ എന്നാണ് ഫാഷൻ ഇൻഡസ്ട്രിയിൽ അറിയപ്പെടുന്നത്. ഗിബി എന്ന് പറയുന്ന വ്യക്തിയാണ് എന്നെ ഒരു ഫോട്ടോഷൂട്ടിലൂടെ ഫാഷൻ ഇൻഡസ്ട്രിയിലേക്ക് പ്രൊഫഷണലി ഒരു ഷൂട്ടിലൂടെ കൊണ്ടുവരുന്നത്. അങ്ങനെ ഒരു ഹെൽപ്പ് ചെയ്തൊരു വ്യക്തിയാണ് ഗിബി ഇയോൺ. ഈ ഗിബി ഇയോൺ ആണ് എന്നെ എമറൈറ്റ്സ് മോഡലിംഗ് കമ്പനിയിലേക്ക് കൈമാറ്റം ചെയ്യുന്നത്. അന്ന് ഗിബി എന്ന് പറയുന്ന വ്യക്തി എമറൈറ്റ്സ് മോഡലിംഗ് കമ്പനിയുടെ എന്തോ വലിയ ആളൊക്കെ ആയിരുന്നു. അങ്ങനെ കമ്മീഷൻ പരിപാടികളോ അങ്ങനെ എന്തൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ പോയതിന് ശേഷമാണ് മനസ്സിലായത്, ലൈക്ക് ഈ പറയുന്ന എനിക്കും കുറേ ബാഡ് എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ പറയാം, എൻ്റെ അടുത്ത് പൈസ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ 10 രൂപ കൊടുത്തിട്ടില്ല എമറൈറ്റ്സ് മോഡലിംഗ്. ഞാൻ അവിടെ നിന്നിട്ടുള്ളതിൽ വെച്ചിട്ട് ഒറ്റ ഷോ മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഇവൻ പറയുന്നത് അവർ 2 ഷോ ചെയ്തു 7 വർഷം കൊണ്ട്. അപ്പം ഞാൻ അവിടെ പോയ സമയത്ത് ഇവനെ പോലെ വന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഇവൻ പറയുന്നത് ഇവൻ പൈസ മുടക്കിയ സമയത്ത് ഞാൻ അവിടെ ഉണ്ടായിരുന്നു എന്നും, അപ്പം ഞാനും എമറൈറ്റ്സിൻ്റെ ഓണറും ആശുസീസും കൂടെ ഒരുമിച്ചാണ് ഇവനെ സ്കാം ചെയ്തത്, ഇവനെ പറ്റിച്ചത്. അപ്പം ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, എന്നെക്കാട്ടിലും മെജോറിറ്റി നോക്കുന്ന സമയത്ത് 2 ഷോ കൂടുതൽ ചെയ്തിട്ടുള്ള സീനിയറാണ് നീ. എന്നെക്കാട്ടി താഴെയാണ് ഷോസ് വെച്ച് നോക്കുമ്പോൾ സ്വന്തമായിട്ട് റാമ്പിൽ മോഡലായിട്ട് ഇറങ്ങിയ സീനിയറാണ് നീ. ഞാൻ ചോദിക്കട്ടെ, ഞാൻ നിന്നെ സ്കാം ചെയ്തെന്ന് കൂട്ടിക്കോ, എനിക്ക് ശേഷമാണ് നീയും വന്നത്. ഓക്കെ,
അപ്പം നിനക്ക് ശേഷം വന്ന മോഡൽസിൻ്റെ നിന്ന് അയാൾ പൈസ മേടിച്ചിട്ടുണ്ടെങ്കിൽ ഞാനും നീയും അയാളും കൂടെ ചേർന്നിട്ടാണ് ബാക്കിയുള്ളവരെല്ലാം സ്കാം ചെയ്തത്, അല്ലെങ്കിൽ നീയും അയാളും കൂടെ ചേർന്നിട്ടാണ് അയാൾ സ്കാം ചെയ്തത്? എനിക്ക് അറിയാൻ പറ്റുമെന്ന് ചോദിക്കുക. നീ പറഞ്ഞതിൻ്റെ പേര് ഞാൻ തിരിച്ചൊരു ക്വസ്റ്റ്യൻ ചോദിക്കുക. അങ്ങനെയാണെങ്കിൽ ആ സ്കാമിൻ്റെ ഒരു പാർട്ടാണ് നീ. നീ വന്നതുപോലെ ഒരു വ്യക്തിയാണ് ഞാനും. അപ്പം ഞാൻ ആ സ്കാമിൻ്റെ അകത്ത് ഇപ്പം നിന്നെ സ്കാം ചെയ്യാൻ വേണ്ടി പാർട്ടാണെങ്കിൽ നീയും ആ സ്കാമിൻ്റെ അകത്തൊരു പാർട്ടാണ്. നാളെ ഈ പിള്ളേർ കൊണ്ട് വീടിന് നീ പിള്ളേരുടെ പൈസ തിരിച്ചു കൊടുക്കുമോ? പൈസ തരുമോ? എടാ, ഇത് കേട്ട് നിൽക്കുന്ന ആളൊക്കെ ഉണ്ടല്ലോ, ചോറ് കഴിക്കുന്നവരാ, മനസ്സിലാവും. അപ്പം നീ പറയുന്നത് 7 വർഷങ്ങൾക്ക് മുന്നേ ഞാനും ആ കമ്പനിക്കകത്ത് ഉണ്ടായിരുന്നു. അപ്പം നിനക്ക് 7 വർഷം മുന്നേ എന്നെ അറിയാമെന്നും ഈ 7 വർഷത്തിന് 2026 നിന്നെ നാവ് പൊങ്ങിയത്. അത് നീ വല്ല കോമയിലുമായിരുന്നോ? കോമയിൽ നിന്ന് ഇപ്പോഴാണോ ബോധം കിട്ടി വന്നത്? നീ അത് അറിയാൻ പറ്റുന്ന ചോദിക്കേ. ഇതിൻ്റെ ഇടയിൽ കൂടെ എൻ്റെ സ്റ്റുഡൻസ് എല്ലാവരും എനിക്ക് സപ്പോർട്ടായിട്ട് വന്ന് കമൻസ് ഇട്ടപ്പോൾ അവൻ ആ കമൻറ്റിൻ്റെ തൊട്ട് താഴെ ഒന്ന് അവനെ പിൻ ചെയ്ത് വെച്ചിരിക്കുന്ന കമൻറ്റ് ഇട്ടോ, നോക്കണം. കമൻറ്റ് ബോക്സ് മുഴുവൻ അമീൻ ചേട്ടൻ്റെ മോഡൽസ് കാന്താരികളുടെ കരച്ചിലാണല്ലോ, കരയും. നിന്നെ പോലെ നാട്ടുകാരെ വിറ്റ് ജീവിക്കുന്ന ഒരാളല്ല ഞാൻ. അങ്ങനെ എൻ്റെ സ്റ്റുഡൻസിനെയും ഞാൻ പഠിപ്പിച്ചിട്ടില്ല. രാവും പകലും ഇല്ലാണ്ട് അധ്വാനിച്ച് സ്വന്തം ടാലൻറ്റ് വിശ്വസിച്ച് ഞാൻ പഠിപ്പിച്ചെടുത്ത് ആത്മാർത്ഥമായിട്ട് ജെനുവിനായിട്ട് പഠിപ്പിച്ചെടുത്ത സ്റ്റുഡൻസാണ് അവർ. അവർക്ക് വിഷമം ഉണ്ടാവും എന്നെ പറയുമ്പോൾ, മനസ്സിലായോ? നിന്നെ പോലെ അല്ലാണ്ട് ഒരു പണിയില്ലാണ്ട് കഴുതകളെ പോലെ നടക്കുന്ന ഒരാളല്ല ഞാൻ. ആദ്യം നീ അത് മനസ്സിലാക്കണം. എന്നിട്ട് നീ എൻ്റെ പിള്ളേരെ ജഡ്ജ് ചെയ്യാൻ വരണം, മനസ്സിലായോ? കാന്താരികളാണെന്നത് നീ ഉളുപ്പുണ്ടോ നിനക്കത് പറയാൻ? ഉളുപ്പ് അത് പറയാം. നീ കൂടുതൽ എനിക്ക് പറയണമെന്നുണ്ട്, പക്ഷേ എൻ്റെ ഓഡിയൻസും ഞാനത് ഈ വർക്കിംഗ് പേജ് ആയതുകൊണ്ട് ഞാൻ ഇത്രയും ക്ഷമയോടെ പറയുന്നുള്ളൂ. ആദ്യം പറഞ്ഞു കമ്പനീനെ അറിയത്തില്ല എന്ന് പറഞ്ഞു, പിന്നെ കമ്പനിയുടെ പേര് പറയുന്നു, പിന്നെ ഞാൻ അതിൻ്റെ അകത്ത് പാർട്ടാന്ന് പറയുന്നു. എനിക്ക് അറിയാൻ പറ്റുന്ന ചെയ്യുന്ന എനിക്ക് എന്താ ആവശ്യം? 7 വർഷം വരെ മുന്നേ നിന്നെ പോലെ ഒരാളായിരുന്നു ഞാൻ. ഓക്കെ, നീ വന്നിടത്ത് തന്നെയാണ് ഞാനും വന്നത്. എൻ്റെ ബുദ്ധിയും എൻ്റെ കഴിവും എൻ്റെ ടാലൻറ്റ് യൂസ് ചെയ്ത് ഞാൻ ഇപ്പോൾ ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ നിനക്കതില്ലാത്തത് എൻ്റെ കുഴപ്പമല്ല മോനെ. നിനക്ക് ചിലപ്പോൾ ജന്മം അത് തന്നിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ നീ ഉണ്ടായിട്ട് യൂസ് ചെയ്യുന്നുണ്ടാവില്ല. അല്ലാതെ ഇതുകൊണ്ടൊക്കെ കഷ്ടപ്പെട്ട് കയറി വന്നവനെ ഒരു സുപ്രഭാതത്തിൽ വന്നിട്ട് അവൻ അത് ചെയ്തു ഇത് ചെയ്തു കൊണ്ട് ഉണ്ടാക്കി പറഞ്ഞിട്ട് നീ ഫെയിം ആവാൻ നോക്കേണ്ടതല്ല മോളെ ആണത്തം. അതിന് ആണത്തം എന്നല്ല പറയേണ്ടത്, മനസ്സിലായോ? കഷ്ടപ്പെടുക അങ്ങോട്ട്, മനസ്സിലായോ? നീ എന്തായാലും ഒരു കാര്യം നോട്ട് ചെയ്ത് വെച്ചോ. നീ ഈ താഴെ വന്ന് നിന്നെ സ്കാം ചെയ്തതും ഇത്രയും കാര്യങ്ങൾ ചെയ്തു എന്നുള്ളതിനും വ്യക്തമായ ഒരു പ്രൂഫ് തന്നില്ലാത്ത പക്ഷം നീ പോലീസ് സ്റ്റേഷനിൽ കയറാൻ റെഡി ആയിട്ടിരുന്നോ? ഓക്കെ, വേണ്ട. ഓഡിയൻസ് ഉണ്ട്, ഇതിൻ്റെ കമൻറ്റ് താഴെ, ഇതിൻ്റെ തൊട്ട് താഴെ കമൻറ്റ് വരട്ടെ. ഞാൻ എന്താ ഇവനെ ചെയ്യേണ്ടത്? ഓക്കെ, എന്താ ചെയ്യേണ്ടതെന്ന് നിങ്ങൾ ഓഡിയൻസ് തന്നെ പറയും. ഇതിനെ പോലെ വെറും വിവരമില്ലാതെ ഒരു ഞാൻ ചോട്ടെ, 7 വർഷം മുന്നേ ഉള്ള എൻ്റെ അവസ്ഥ ഇതാണെങ്കിൽ ഇവൻ്റെ വീട്ടിലുള്ളവരോ അല്ലെങ്കിൽ ഇവൻ്റെ അടുത്ത ഫ്രണ്ട്സോ അല്ലെങ്കിൽ നെയ്ബേഴ്സോ പെട്ടെന്നൊരു സുപ്രഭാതത്തിലൊന്ന് വൈറലായി, അല്ലെങ്കിൽ ഒന്ന് നല്ല രീതിയിലൊന്ന് ഒരു ജീവിതം നല്ലതായി, ഇവന് എന്ത് അസൂയായിരിക്കും ഇവനെ കാണാൻ വീട്ടിൽ കയറ്റാൻ കൊള്ളാവോ? പ്രാഗി കൊല്ലൂലേ നമ്മളെയൊക്കെ? നന്നാവാൻ വിടുമോ നമ്മളെയൊക്കെ? ഇന്ന് ആലോചിച്ച് നോക്കിക്കും നിങ്ങൾ. സ്വന്തം ഫാമിലിയിലുള്ളവരെയോ സ്വന്തം നെയ്ബേഴ്സിനെയോ കാണാൻ നന്നാക്കുന്ന ആലോചിച്ച് നോക്കിയേ. നാളെ അവരുടെ പേരും പറഞ്ഞുണ്ടാക്കൂലേ? നീ ഒരു മനുഷ്യനാണോടാ? അറ്റ്ലീസ്റ്റ് ഇപ്പോഴത്തെ കാലത്തുള്ള ആളുകൾ പറയുമ്പോൾ ഒരു പ്രൂഫ് വയ്ക്കും, മനസ്സിലായോ? നീ അറ്റ്ലീസ്റ്റ് അതെങ്കിലും ഉണ്ടാക്കിക്കൊണ്ട് വാ. ഞാൻ നിന്നെ സ്കാം ഞാനും അയാളും ചേർന്നിട്ടേ ഞാനും അയാളും കൂടെ ചേർന്ന് നിന്നെ സ്കാം ഉണ്ടാക്കിയ പ്രൂഫ് കൊണ്ട് വാ. ഞാൻ ആലോചിച്ചു, എനിക്ക് 26 വയസ്സ്, 7 ഉള്ളമെന്ന് പറയുമ്പോൾ എനിക്ക് 19 വയസ്സ്. ഞാൻ 19 വയസ്സ് അവൻ 25 സ്കാം ചെയ്യാൻ പോയിരുന്നു. ഞാൻ ആലോചിച്ച് നോക്കിയേ. എനിക്ക് അറിയത്തില്ല. ഓഡിയൻസ് നിങ്ങൾ തന്നെ പറയാതെ പറഞ്ഞേ. എൻ്റെ അടുത്ത് പലരും പറയാറുണ്ട് അമീൻ്റെ ഭാഗത്ത് ജെന്യൂൻ ഉണ്ടെങ്കിൽ അമീൻ റിയാക്ട് ചെയ്യേണ്ട ആവശ്യം. ഞാനൊരു കാര്യം റിയാക്ട് ചെയ്യേണ്ട ആവശ്യമില്ല, പക്ഷേ എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ട്. നമ്മളെല്ലാത്തിനും കാണുന്നതും കേൾക്കുന്നതും ലിമിറ്റ്സും. പല ആളുകളും റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ തെറ്റുള്ളതുകൊണ്ട് റിയാക്ട് ചെയ്യുന്നു. റിയാക്ട് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ അവൻ്റെ ഭാഗത്ത് തെറ്റുള്ളത് കൊണ്ട് അവൻ എന്ത് പറയണമെന്ന് വിചാരിച്ചിട്ട് റിയാക്ട് ചെയ്യാതിരിക്കുന്നു. നമ്മൾ എന്താ ചെയ്യേണ്ടത്? അല്ല, എനിക്കറിയാൻ പറ്റും. ഞാൻ റിയാക്ട് ചെയ്യും. ഓക്കെ, എൻ്റെ പിള്ളേരെ പറയുകയാണെന്നുണ്ടെങ്കിലും ഇല്ലാത്തത് എന്നെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിലും ഞാൻ റിയാക്ട് ചെയ്തിരിക്കും. അത് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും, മനസ്സിലായോ? കഷ്ടപ്പെട്ട കയറി വന്നേ. അത് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ പോകുന്ന കാണുന്ന സമയത്ത് വിഷമം ഉണ്ടാവും. വിഷമം അല്ല, ദേഷ്യവും ഉണ്ടാവും. ഓക്കെ, അത് ഏത് രീതിയിൽ വേണമെങ്കിലും എക്സ്പ്രസും ചെയ്യും, മനസ്സിലായോ? എന്തെങ്കിലും അവൻ്റെ നമ്പർ ഇല്ലാണ്ടായി പോയി. നീ ഒരു കാര്യം, നിന്റെ താഴെ വന്നിട്ട് നീ എനിക്ക് നമ്പർ തന്നില്ലേ, നിന്നെ ഞാൻ വിളിക്കാം, എന്നിട്ട് നീ എന്നോട് 10 സംസാരം ചെയ്യണം. ഇപ്പോൾ ചത്തുടോ പോടാ. സോറി കേട്ടോ, ഞാൻ വീണ്ടും പാരൻസിനോട് റിയലി സോറി. എനിക്ക് ഇങ്ങനെ സംസാരിക്കേണ്ട വന്നതിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കുക. ഇതുപോലൊക്കെയുള്ള മരക്കഴുതകളോട് എനിക്ക് സംസാരിക്കാൻ ഇങ്ങനത്തെ ഒരു എന്താ ചെയ്യുക? നീ ഒരു കാര്യം ചെയ്യും, നീ ഒന്നും വേണ്ട, നീ നാളെ വാ എൻ്റെ കൂടെ അങ്ങനെ റീൽസ് ഇട്ടിട്ട് എൻ്റെ തല കാണിച്ച് നിന്നെ ഫേമസ് ആക്കാം. ഒന്നും തരണ്ട. അല്ല, എൻ്റെ പേരും എൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ടല്ലേ, ഇത് നിർത്തുക. എനിക്ക് കൂടുതലൊന്നും പറയാൻ വയ്യ. ഇത് കേൾക്കുന്ന ഇപ്പം ചോറുണ്ടെന്നവർക്ക് ഇത് മനസ്സിലാവും എന്താണ്.